നമസ്കാരം. വലിയ ആശയങ്ങളെ വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ലോകം മുഴുവൻ വലിയ ശക്തികൾക്ക് കീഴിലായിരുന്ന ഒരു കാലം. ആ സമയത്ത് പുതുതായി സ്വാതന്ത്ര്യം കിട്ടിയൊരു രാജ്യത്തിന് എങ്ങനെ സ്വന്തമായൊരു വഴി കണ്ടെത്താൻ പറ്റും? ഇതൊരു ചെറിയ ചോദ്യമല്ല അല്ലേ? 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയൊക്കെ ആയപ്പോൾ ഒരുപാട് പുതിയ രാജ്യങ്ങൾ ഇതേ ചോദ്യം സ്വയം ചോദിക്കായിരുന്നു. ഈ പുതിയ ലോകത്ത് നമ്മളെവിടെയാണ് നിൽക്കുന്നത്? അപ്പോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അത് വന്നത് ഒരൊറ്റ പക്ഷെ വളരെ ശക്തമായ ഒരു ആശയത്തിൽ നിന്നായിരുന്നു. അതാണ് പഞ്ചശീൽ. സംസ്കൃതത്തിലെ 5 പുണ്യങ്ങൾ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്ക്. സംഭവം എന്താണെന്ന് വെച്ചാൽ രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ സമാധാനത്തോടെ ഒരുമിച്ച് മുന്നോട്ടു പോകാം എന്നൊക്കെ തീരുമാനിക്കാനുണ്ടാക്കിയ 5 നിയമങ്ങളുടെ ഒരു കൂട്ടം. ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് ഒരു പുതിയ റൂൾ ബുക്കായിരുന്നു അത്. ഈ ആശയം വെറുതെ പറഞ്ഞുപോയോന്നല്ല. ഇത് ഔദ്യോഗികമായി നിലവിൽ വരുന്നത് 1954 ഏപ്രിൽ 29-നാണ്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനയുടെ ചൗ എൻ ലായും ചേർന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കരാറിൽ ഒപ്പുവച്ചു. ഈ കരാറാണ് പഞ്ചശീൽ തത്വങ്ങൾക്ക് അടിത്തറയിട്ടത്. പിന്നീട് 1955-ലെ ബന്ധൂം കോൺഫറൻസിൽ വെച്ച് ഈ തത്വങ്ങൾക്ക് കൂടുതൽ അംഗീകാരം കിട്ടി. പക്ഷേ 1962-ൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം വന്നപ്പോൾ ഈ കരാറ് വലിയൊരു ചോദ്യചിഹ്നമായി മാറി. അപ്പൊ ശരി, നമ്മൾ ഈ പറഞ്ഞ 5 തത്വങ്ങൾ അല്ലെങ്കിൽ 5 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടൊന്ന് നോക്കാം, അല്ലേ? ഓക്കെ. ഒന്നാമത്തേത്, ഓരോ രാജ്യത്തിന്റെയും അതിർത്തിയെയും പരമാധികാരത്തെയും പരസ്പരം ബഹുമാനിക്കുക. രണ്ടാമത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതിരിക്കുക. മൂന്നാമത്തേത്, മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഇടപെടരുത്. നാലാമത്, തുല്യതയും പരസ്പരം ഗുണമുണ്ടാകുന്ന സഹകരണവും. പിന്നെ ഏറ്റവും അവസാനത്തേതും പ്രധാനപ്പെട്ടതുമായ 5-ാമത്തെ കാര്യം, സമാധാനപരമായി ഒരുമിച്ച് ജീവിക്കുക. സിമ്പിളായി തോന്നാം, പക്ഷെ വളരെ പവർഫുള്ളായ ആശയങ്ങളാണിത്. അപ്പോ ഈ തത്വങ്ങളുടെയെല്ലാം പിന്നിലുള്ള പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. 1. കൊളോണിയൽ ഭരണം, അതായത് മറ്റുള്ളവർ നമ്മളെ അടക്കി ഭരിക്കുന്നത് പൂർണ്ണമായി തള്ളിക്കളയണം. 2. എന്ത് പ്രശ്നമുണ്ടായാലും അത് യുദ്ധത്തിലൂടെയല്ല, സംസാരിച്ച് തീർക്കണം. 3. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയമെന്താ, അവരുടെ പ്രത്യാശാസ്ത്രമെന്താ എന്നതിലൊന്നും മറ്റുള്ളവർ തലയിടരുത്. പിന്നെ കച്ചവടവും മറ്റു കാര്യങ്ങളും ഒക്കെ തുല്യതയോടെ വേണം. ഏറ്റവും പ്രധാനം, ലോകത്ത് പലതരം രാഷ്ട്രീയ സാമ്പത്തിക സിസ്റ്റങ്ങളുണ്ടാകും. അവയെല്ലാം ഒരുമിച്ച് നിലനിൽക്കാനുള്ള സാഹചര്യമൊരുക്കുക. ഇതൊക്കെ ചേർന്നതായിരുന്നു പഞ്ചശീൽ. ഈ ആശയങ്ങൾക്കെല്ലാം ഇത്രയധികം പ്രാധാന്യം കിട്ടാൻ ഒരു കാരണമുണ്ട്. അത് അക്കാലത്തെ ഒരു ലോക സാഹചര്യമാണ്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. കൊളോണിയലിസം അവസാനിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം തന്നെ ശീതയുദ്ധം തുടങ്ങുകയുമാണ്. അതായത് ലോകം 2 വലിയ ശക്തികൾക്കിടയിൽ വിഭജിക്കപ്പെടുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പഞ്ചശീൽ ജനിക്കുന്നത്. പഴയ സാമ്രാജ്യത്വ ശക്തികളോടും ഈ പുതിയ ശീതയുദ്ധ രാഷ്ട്രീയത്തോടുമുള്ള ഒരു മറുപടി. അതെ, ലോകം അന്ന് 2ആയി തിരിഞ്ഞിരുന്നു. ഒരു ഭാഗത്ത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ രാജ്യങ്ങൾ, മറുഭാഗത്ത് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള വാർസോ രാജ്യങ്ങൾ. ഈ 2 ചേരിയിലും ചേരാതെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു വഴിയുണ്ട് എന്ന് പറയാൻ പുതിയ രാജ്യങ്ങളെ സഹായിച്ചത് പഞ്ചശീലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു 3-ാം വഴി അഥവാ തേർഡ് വേ എന്ന് വിളിക്കുന്നത്. സൈനിക സഖ്യങ്ങൾക്ക് പകരം സഹകരണം, മറ്റുള്ളവരുടെ കീഴിൽ നിൽക്കുന്നതിനു പകരം സ്വന്തമായ വിദേശനയം. ഇതായിരുന്നു ആ വഴി. അപ്പോ ഈ 3-ാം വഴി എന്ന ആശയം വളരെ പെട്ടെന്ന് തന്നെ ക്ലിക്കായി. കരാർ ഒപ്പിട്ട് തൊട്ടടുത്ത വർഷം, അതായത് 1955-ല് ഒരു നിർണായകമായ സംഭവം നടന്നു. ഇന്തോനേഷ്യയിലെ ബന്ധൂങ്ങിൽ വെച്ച് ഒരു വലിയ ഏഷ്യൻ ആഫ്രിക്കൻ കോൺഫറൻസ് നടന്നു. അവിടെ വെച്ച് ഈ പഞ്ചശീൽ തത്വങ്ങൾ ലോകപ്രശസ്തമായ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ, അതായത് നോൺ അലൈൻഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ NAM ന്റെ ആശയപരമായ അടിത്തറയായി മാറി. ഒരുപാട് രാജ്യങ്ങൾ ഈ ആശയത്തെ ഏറ്റെടുത്തു. പക്ഷേ ഈ ആദർശങ്ങളെല്ലാം, ഈ നല്ല നല്ല ആശയങ്ങളെല്ലാം യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ വലിയൊരു പരീക്ഷണത്തെ നേരിടാൻ പോവുകയായിരുന്നു. വളരെ കഠിനമായൊരു പരീക്ഷണം. ആ പരീക്ഷണത്തിന്റെ കാതൽ എന്തായിരുന്നു എന്നറിയാമോ? പഞ്ചശീലത്തിലെ 2-ാമത്തെ തത്വം തന്നെ, പരസ്പരം ആക്രമിക്കാതിരിക്കുക. ഓർക്കുന്നില്ലേ? രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പാടില്ല എന്നുള്ള ആ ഉറച്ച തീരുമാനം. എന്നാൽ സംഭവിച്ചതെന്താണ്? കരാർ ഒപ്പിട്ട് 8 വർഷം കഴിഞ്ഞപ്പോൾ 1962-ൽ അതേ തത്വം ലംഘിക്കപ്പെട്ടു. അതുമാരാൽ? ഈ കരാർ ഉണ്ടാക്കാൻ മുൻകൈയെടുത്തവരിൽ ഒരാളായ ചൈനയാൽ.
അതെ, 1962 ഇന്ത്യ ചൈന യുദ്ധം. അത് പഞ്ചശീൽ എന്ന ആശയത്തിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു. തത്വങ്ങളെല്ലാം കടലാസിൽ മാത്രം, യഥാർത്ഥ ലോകത്തിതിനൊന്നും സ്ഥാനമില്ലേ എന്ന ചോദ്യം വളരെ ശക്തമായി ഉയർന്നു. ആ സിദ്ധാന്തത്തിന്റെ വിശ്വാസ്യതയ്ക്ക് തന്നെ വലിയൊരിടിവ് സംഭവിച്ചു. അപ്പോ ആ യുദ്ധത്തോടെ പഞ്ചശീൽ എന്ന ആശയം മരിച്ചോ? ഇല്ല. എന്നതാണ് അതിലെ രസകരമായ കാര്യം. ആ തിരിച്ചടിക്ക് ശേഷവും ഈ തത്വങ്ങൾ ഇന്നും ജീവിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളില് ഇന്നും ഇവ അടിസ്ഥാന ശിലകളായി കണക്കാക്കപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പല പ്രമേയങ്ങളിലും ഈ തത്വങ്ങൾ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റൂ. പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കുന്ന വികസ്വര രാജ്യങ്ങൾക്ക് ലോകരാഷ്ട്രീയത്തില് സ്വന്തമായൊരിടം കണ്ടെത്താൻ ഈ ആശയങ്ങൾ ഇന്നും സഹായകമാണ്. അതായത് വിദേശനയത്തിലെ ആദർശങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തെയാണ് പഞ്ചശീൽ പ്രതിനിധീകരിക്കുന്നത്. അവസാനം ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനു മുന്നിൽ നിർത്തുകയാണ്. ശരിക്കും ധാർമ്മികമായ തത്വങ്ങൾ വെച്ച് രാജ്യങ്ങളെ നയിക്കാൻ സാധിക്കുമോ? അതോ അവസാനം എപ്പോഴും അധികാരവും ശക്തിയും തന്നെയാണോ ജയിക്കുക? പഞ്ചശീലിന്റെ ചരിത്രം ഈ ചോദ്യം നമ്മളോരോരുത്തരോടുമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു.